അപ്പം ഈ വരി എന്ന് നോക്കിക്കഴിഞ്ഞാൽ രസമാണിത്. ഈ വരി 5:32, 5:33 ഈ കിടക്കുന്നത്. 32, because of that we decreed upon the children of Israel that whoever kills a soul, unless for a soul or for corruption done in the land, it is as if had slain mankind entirely. ആരെങ്കിലും ഒരാൾ കൊല്ലുന്നിരിക്കട്ടെ, വേറൊരു മനുഷ്യൻ, സോൾ എന്നുള്ള മനുഷ്യൻ, ഒരാൾ മറ്റൊരുവനെ കൊല്ലുന്നുവെങ്കിൽ അതെന്തിനാണ്? ഫോർ കറപ്ഷൻ ഡൺ ഇൻ ദ ലാൻഡ്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനല്ലാതെ. നോക്കുക, സോൾ ഫോർ കറപ്ഷൻ ഡൺ ഇൻ ദ ലാൻഡ്, ഇറ്റ് ആസ് ഇഫ് ഹി ഹാഡ് സ്ലെയിൻ മാൻകൈൻഡ് എൻറ്റയർലി. അങ്ങനെയാണെങ്കിൽ നാട്ടിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത ഒരുത്തനെ, അതായത് കുറ്റമൊന്നും ചെയ്യാത്ത ഒരുത്തനെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ മനുഷ്യരാശി മുഴുവൻ കൊന്നതിന് തുല്യമായിരിക്കും. അത് കഴിഞ്ഞാൽ ആൻഡ് ഹൂസോഎവർ വൺ ഇറ്റ് ഈസ് ആസ് ഇഫ് ഹി ഹാഡ് സെർവ്ഡ് മാൻകൈൻഡ് എൻറ്റയർലി. Whosoever serves one, it is as if he had served the mankind entirely. And our messages had certainly come to them with a clear proof, and they indent many of them. And that throughout the land were transgressors. പോട്ടെ, അതൊക്കെ പോട്ടെ. ഈ 2 കാര്യം നോക്കിയാൽ മതി. 2 കാര്യങ്ങൾ. ആദ്യത്തെ സെന്റൻസ് ഉണ്ട്, we decreed upon the children of Israel that whoever kills a soul unless for a soul. ആദ്യത്തെ അർത്ഥം എന്താണ്? whoever kills a soul unless for a soul എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ കൊല ചെയ്യുന്നതിന് പകരമായിട്ട് കൊല ചെയ്യുക. ഓർ കറപ്ഷൻ ഇൻ ദ ലാൻഡ്, നാട്ടിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഈ 2 കുറ്റങ്ങൾ ഒഴികെ ഉള്ള കുറ്റങ്ങൾ ചെയ്യുന്ന ആരെയും കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊല്ലുന്നത് മനുഷ്യരാശിയെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായേ? ഒരാളെ സേവ് ചെയ്യുന്നത് എല്ലാവരെയും സേവ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഒരാളെ കൊന്നതിന് പകരം കൊല്ലുകയാണെങ്കിൽ കുഴപ്പമില്ല. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക് എന്നുള്ള പ്രതികാര നിയമവ്യവസ്ഥ, ഹമ്മുറാബി കോഡ്, ഈ സാധനമാണ്. എങ്ങനെയുണ്ട്? ഒരാളെ കൊല്ലുകയാണെങ്കിൽ പകരം തിരിച്ചു കൊല്ലാം എന്നുള്ളതാണ് ഇതിനകത്തെ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഇതിന്റെ മലയാളം എന്തായിരുന്നു? വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മാത്രം കൊലപ്പെടുത്തിയതിന് തുല്യമാവും. അതിൻ്റെ ഇടയ്ക്കുള്ള സാധനമില്ല. ഇനി രണ്ടാമത്തെ ഒന്ന് ആലോചിച്ച് നോക്ക്. കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെ കൊലപ്പെടുത്തുന്നതിന് രണ്ടാമത്തെ എന്താണ്? നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത്, കറപ്ഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊക്കെ ഈ അറബി വാക്കിന് പകരം ഇവർക്ക് ഏറ്റവും നല്ലോണം ഈ വെള്ളം അടിക്കാൻ പറ്റിയ ഒരു ഇംഗ്ലീഷ് അക്ഷര വാക്കെടുത്ത് അവിടെ വെക്കും. കറപ്ഷൻ എന്ന് വെച്ചാൽ അഴിമതിക്കാർ. അഴിമതിയല്ല, കുഴപ്പമാണ്, നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കുന്നത് എന്നൊക്കെ തന്നെയാണ്. മിസ്ഡീഡാണ്. ഇതെന്താ ഈ മിസ്ഡീഡ്? അടിസ്ഥാനപരമായിട്ട് നാട്ടിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുഴപ്പം ഇസ്ലാമിക സാഹിത്യം അനുസരിച്ച് ഷിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? മതനിന്ദ, മതനിഷേധം, മുഹമ്മദിനും അള്ളാഹുവിനും ഒക്കെ എതിരെയുള്ള പരാമർശങ്ങൾ, യുദ്ധം, ബഹളം, എല്ലാം അള്ളാഹുവിനെതിരെ യുദ്ധം നയിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അള്ളാഹു എവിടെ എന്നറിയില്ല. അപ്പൊ സംഗതി ഇത്രയേ ഉള്ളൂ. ഒരുത്തനെ കൊന്നാൽ വേറെത്തനെ കൊല്ലാം. ഇനി ഈ പറയുന്നോണം നാട്ടിലെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഇസ്ലാമിക നിയമം എന്താണ് അനുസരിക്കുന്ന പറയുന്നത് അതിനെതിരെയുള്ള എല്ലാ സംഗതി, ബ്ലാസ്ഫമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെ 2 ചെയ്യുന്നവനെ കൊല്ലാമോ എന്ന് ചോദിച്ചാൽ കൊല്ലാം. മതം വിടുന്നവന്റെ ശിക്ഷ എന്താ? മരണമാണ്. മുഹമ്മദിനെയും അള്ളാഹുവിനെയും ഒക്കെ വിമർശിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നവരുടെ ശിക്ഷ എന്താണ്? അതാണ്ട് 2:33 തൊട്ടടുത്ത് തന്നെ വേറെ കൊണ്ടുപോയി ചോദിച്ചിട്ടുണ്ട്. 5:33 നോക്കൂ. Indeed, the penalty for those who wage war against Allah and His Messenger and strive upon earth, the corruption is none but they be killed or crucified, or their hands and feet be cut off from opposite sides, or they be exiled from land. That is for them disgrace in the world, and for them hereafter is a great punishment. അതായത് അള്ളാഹുവിനും മുഹമ്മദിനെതിരെ യുദ്ധം നയിക്കുന്നു. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് യുദ്ധം പല രീതിയിലുള്ള യുദ്ധമാണ്. അത് ഇന്റലക്ച്വൽ ജിഹാദും എല്ലാം ആകാം. അതായത് അവരെ വിമർശിക്കുന്നവരെ തൊട്ട്. അതാണ് TJ ജോസഫ് സാറിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ആൻഡ് സ്ട്രൈവ് അപ്പോൺ എർത്ത് കറപ്ഷൻ, നാട്ടിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, അതും ഇതൊക്കെ തന്നെയാണ്.
is none but they had killed or crucified, or that their hands and feet cut off from the opposite side. ഒന്നിൽ അവരെ കൊല്ലണം, അല്ലെങ്കിൽ കുരിശിലേറ്റണം, അല്ലെങ്കിൽ കരചരണങ്ങൾ വിപരീത ദിശകളിൽ കട്ട് ചെയ്യണം. എന്തിനാണ്? നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും അള്ളാഹുവിനും മുഹമ്മദിനുമെതിരെ നീങ്ങുകയും ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഐസിസ് വന്നപ്പം അവിടെയുള്ള യസീദികളെയും ക്രിസ്ത്യൻസിനെയും ഒക്കെ ഈവൻ മുസ്ലിംസിനെയും അവർ കുരിശിൽ തറയ്ക്കുകയും എല്ലാ ശിക്ഷകളും കൈയും കാലും ഒക്കെ വെട്ടിയിട്ടുണ്ടാവും, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാൻ കഴിയും. ഇതാണ് ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന സാധനം. ഇതാണ് ഇതിനകത്ത്. അതെല്ലാം മാറ്റിയിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട് കൊന്നവനെ കൊല്ലാം. അമുറാവി, കല്ലിന് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, കൊന്നവനെ കൊല്ലാം. അതിന് അപകട മരണമാണെങ്കിലും അങ്ങനെ തന്നെ. രണ്ട്, ബേസിക്കലി എന്താണ്, നാട്ടിൽ കുഴപ്പമുണ്ടാകും. നാട്ടിൽ അപ്പം ഈ രണ്ടുപേരെ കൊല്ലാം, നിരപരാധികളെ കൊല്ലരുതെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ചേടാ, നിരപരാധികളെ കൊല്ലരുത് എന്നുള്ളത് ഈവൻ ഈ ഗുഹയിലെ മനുഷ്യന് വരെ അവർക്കിടയിൽ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. നിരപരാധികളെ അങ്ങനെ ഈവൻ മൃഗങ്ങളുടെ ഇടയിലോ ജീവികളുടെ ഇടയിലോ പോലും കൊല്ല. അത് പറയാൻ പ്രത്യേകിച്ച് അതൊരു നാട്ടുനടപ്പല്ലേ. നിരപരാധികളെ കൊല്ലരുത്, കൊല്ലുന്ന മോശമാണ്. ഈ ഇത് മാൻകൈൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആക്ച്വലി അത് സെമറ്റിക് ലിറ്ററേച്ചറിലെ എല്ലാ കാര്യങ്ങളും മാൻകൈൻഡ് എന്ന് പറയുന്നത് ആ മതത്തിന് മാത്രം ബാധകമായ കാര്യമാണ് കേട്ടോ. മാനായിട്ടും ഹ്യൂമനായിട്ടും അവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതെങ്ങനെയാണ് നമുക്കറിയാം. ആ മതത്തിൽപ്പെട്ടവരാണ്. ഇപ്പം നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽക്കാരായ ജൂതരെ സ്നേഹിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ ശരിയായ അർത്ഥം. പിന്നെ ഇപ്പോൾ ഇത് വലിച്ചു നീട്ടി ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും സ്നേഹിക്കുക എന്നൊക്കെ ആക്കുന്നുണ്ട്. നല്ലത്. ഞാൻ നാസീന ദൈവത്തിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അതേപോലെയാണ് ഈ മാൻകൈൻഡ് എന്ന് പറയുന്നത്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹ്യൂമാനിറ്റി. ഇവർ മാത്രമാണ് യഥാർത്ഥ എന്താണ് ആ ഒരു പേരിന് യോഗ്യത. ബാക്കിയുള്ളവരെല്ലാം നരകവാസികളും അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. കൊല്ലുന്നവരെ കൊല്ലാം. നാട്ടിൽ പ്രശ്നം ഈ പറയുന്ന കറപ്ഷൻ, അഴിമതി എന്നുള്ള വാക്കൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെയൊന്നും അല്ല, ഇത് തന്നെ സംഗതി. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരെ കൊല്ലുന്നതിന് കുഴപ്പമില്ല. ബാക്കി വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ കൊല്ലരുത്. അതെന്ത് നിയമമാണ്? വെറുതെ ഇരിക്കുന്ന മനുഷ്യരെ കൊല്ലരുതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നിരപരാധികളെ ആരാണ് കൊല്ലുക? അതിനായിട്ട് പക്ഷെ ആ ഒരു സംഗതിയിലുള്ളത് ഇന്നവരെ കൊല്ലാം, ഇന്നവരെ ഇന്ന രീതിയിൽ കൊല്ലണം, ക്രൂസിഫൈ ചെയ്യണം, കരചരണങ്ങൾ വിപരീത ദശകളിൽ ഭേദിച്ചു കളയണം. ഇത് രണ്ടും അടുപ്പിച്ചു വരുന്നതാണ് 5, 32, 33. ഇത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഏതാ നല്ലവനും ഒരാളെ അങ്ങനെ അങ്ങ് ചെയ്യുക. എനിക്ക് അതിനകത്ത് വീണ്ടും ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുക. മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ, അത് നമുക്കറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്കതുകൊണ്ട് നത്തിങ്, ഒരു ഗുണവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. പിന്നെ ആകെ വിഷമേ ഉണ്ടാവും. ഇത്രയും നല്ല തങ്കപ്പെട്ട സാധനമൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത് എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. അത് വീടിൽ നിരാശ ഉണ്ടാക്കുള്ളൂ. നല്ല സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങ് പെരുമാറിയാൽ മതി, സംസാരിച്ചാൽ മതി, ഇടപെട്ടാൽ മതി. ഇങ്ങനെ പുട്ടി അടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ അവരുടെ ഇൻ്റലിജൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനും പ്രചരണം നടത്താനും മതത്തിന് അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്.